മരിച്ചാലും നമ്മുടെ ഖബറിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാകണം. അതിനുള്ള ഒരുപാട് വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. തീർച്ചയായും ഒരു മുഅ്മിനായ മനുഷ്യനിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. മിൻ അമലിഹി വഹസനാതിഹി, അവന്റെ അമലിൽ നിന്നും അവന്റെ ഹസനാത്തുകളിൽ നിന്നും, ബഅദ മൗതിഹി, അവൻ മരിച്ചാലും ഒരാളുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഏതൊക്കെ? ഇൽമൻ അല്ലമഹു വനശറഹു, ഒരാൾ ഒരു ഇൽമു പഠിച്ചു, അത് പഠിപ്പിച്ചു, അത് പ്രചരിപ്പിച്ചു. എന്താ അതിൻ്റെ ഗുണം? ഞാനൊരു ഇൽമു പഠിക്കൽ മാത്രം അതെനിക്ക് മാത്രം ഉപകാരമുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ നിസ്കരിക്കുന്നത് അയാൾക്ക് മാത്രം ഉപകാരം, നോമ്പെടുക്കുന്നത് അയാൾക്ക് മാത്രം ഉപകാരം. ഞാനൊരു ഇൽമു പഠിച്ചു, എനിക്ക് വിവരമുണ്ടായി, അതെനിക്ക് ഉപകാരമുണ്ട്. പക്ഷെ അതുകൊണ്ട് വേറൊരാൾക്ക് ഉപകാരം കിട്ടണമെങ്കിലോ അത് പഠിപ്പിക്കണം, അത് പ്രചരിപ്പിക്കണം. അത് ഓരോരുത്തർക്കും കിട്ടുന്ന ഇൽമുകളുടെ അളവുകൾ വ്യത്യസ്തമായിരിക്കാം. ചിലർക്ക് കൂടുതൽ കിട്ടും, ചിലർക്ക് കുറവ് കിട്ടും. എത്ര കിട്ടിയോ ആ ഇൽമിൽ നിന്ന് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു, അത് പ്രചരിപ്പിച്ചു, അത് നമുക്ക് ഒരസറാണ്. നല്ല നിയ്യത്തോടെയാണ് നമ്മളത് ചെയ്തതെങ്കിൽ അതെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഏത് കാര്യത്തിൻ്റെയും ബേസിക് അതാണ്, ഇഖ്ലാസ് വേണം. അതാരാ തീരുമാനിക്കുന്നത്? റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ അത് രേഖയിലുണ്ടെങ്കിലേ, അതവിടെ കബൂലാക്കിയിട്ടുണ്ടെങ്കിലേ എൻ്റെ മരണാനന്തരവും എൻ്റെ അക്കൗണ്ടിലേക്ക് അത് വരൂ. നേരെ മറിച്ച് ഞാൻ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ നിയ്യത്ത് വഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്ത് തന്നെ അത് അള്ളാഹ് സ്വീകരിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ട് കറന്റ് ആയിട്ട് പിന്നെ എനിക്ക് എങ്ങനെ കിട്ടുക? ആദ്യം തന്നെ അത് സ്വീകരിച്ചിട്ടില്ല, റിജക്റ്റഡ് ആണ്. അപ്പൊ റിജക്റ്റഡ് ആയ ഒരു അമലിന് പിന്നീട് അതിന് ആ രൂപത്തിലുള്ള തുടർ പ്രതിഫലമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെട്ടുവോ എങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തവരെ ഇൽമനുസരിച്ച് ആരൊക്കെ പ്രവർത്തിച്ചോ അത് നമുക്കൊരു വലിയ അസറ്റാണ്, വലിയ ഒരു സമ്പാദ്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുന്ന ഇൽമിന്റെ ഒരു സരസ്, ഇതുപോലെയുള്ള ഒരു സരസിലേക്ക് നിങ്ങൾ ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടേയുള്ളൂ. നിങ്ങൾ അയാളോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ അയാളെ വഴി കാണിച്ചു, ഒരു ഇൽമിന്റെ മജ്‌ലിസിൽ കൊണ്ടുവന്നു. ആ ഇൽമ് നിങ്ങൾ അയാളെ പഠിപ്പിച്ചതുപോലെ, അയാൾക്കത് പകർന്നു കൊടുത്തതുപോലെ നിങ്ങൾ കാരണമാണ് അയാൾ ഇവിടെ എത്തിയത്. അയാളിലുണ്ടായ മാറ്റത്തിന് നിങ്ങളാണ് നിമിത്തമായത്. ഇൻഷാ അള്ളാഹ് നല്ല ഒരു ഉദ്ദേശത്തോടുകൂടെ ആണാവട്ടെ പെണ്ണാവട്ടെ ആ ഇൽമിന്റെ പാതയിൽ പ്രവേശിക്കുകയും മറ്റൊരാൾ പ്രവേശിപ്പിക്കുകയും ചെയ്തവന് തീർച്ചയായും അണമുറിയാത്ത ധാരയായി നന്മയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. രണ്ടാമത് പറയുന്നതോ വവലദൻ സാലിഹൻ തറകഹു, സാലിഹായ ഒരു സന്താനത്തെ അവൻ വിട്ടേച്ചു പോയി. അതൊരു അസറ്റാണ്, അതൊരു വലിയ സമ്പാദ്യമാണ്. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കിയ മക്കൾ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. ജീവിതകാലത്തും നമ്മൾ അവരോട് പറയുന്നു, മക്കളെ നിങ്ങളുടെ 5 നേര പ്രാർത്ഥനയിലും ഉപ്പയും ഉമ്മയും ഉണ്ടാകണം, മരിച്ചാലും നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അവർക്ക് വേണ്ടി സതുപദേശങ്ങൾ നൽകി, അവർക്ക് വേണ്ട തെർബിയത്ത് നൽകി, അവരെ കൃത്യമായ നിലക്കുള്ള ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയ രക്ഷിതാക്കൾ, അവർക്ക് ആ മക്കൾ മുഖേന ഉപകാരം കിട്ടും. ശ്രമം നടത്തിയിട്ടും പരാജയപ്പെട്ടേക്കാം, അത് നമ്മളല്ല തീരുമാനിക്കുന്നത്, അള്ളാഹുവാണ്. പക്ഷേ സാലിഹായ ഒരു സന്താനം, ഒരു സന്തതി, ഒരു മകൻ, ഒരു മക്കൾ ഉണ്ടെങ്കിൽ അത് മരണാനന്തരവും നമുക്കൊരു വലിയ പ്രതിഫലം അണമുറിയാതെ ലഭ്യമാകുവാനുള്ള ഒരു സോഴ്സാണ്. അതിനുള്ളൊരു പ്രത്യേകമായ അസറ്റ്, ഒരു വലിയ സമ്പാദ്യം തന്നെയാണ്. മൂന്നാമത് പറഞ്ഞത് മുസ്ഹഫൻ വറസഹു, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഒരു മുസ്ഹഫ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ആ ഖുർആനിനെ ഒരാൾ അനന്തരമാക്കി ഇവിടെ വിട്ടേച്ചു പോകുന്നു. ഇന്നിപ്പോ ഖുർആനിന്റെ കോപ്പികൾക്ക് ക്ഷാമമില്ല. ശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ ഇന്നും മദീനയിലും മക്കയിലും ഒക്കെ മസ്ജിദുകളിലേക്ക് മുസ്ഹഫുകൾ വഖഫ് ചെയ്യാൻ കൊടുക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ ഇന്ന് അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇന്ന് 2 ഹറമുകളിലും മുസ്ഹഫുകൾ നിർബാധം എത്ര ആവശ്യമുണ്ടോ അത്രായിരം കോപ്പികളാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ മുജമ്മഉൽ മലിക് ഫഹദ് കിങ് പിന്നെ ഫഹദിന്റെ പേരിലുള്ള പ്രിന്റിംഗ് പ്രസ്സുകൾ തന്നെയുണ്ട് 2 ഹറമുകളിലേക്കും. അപ്പോൾ ഇന്ന് മുസ്ഹഫുകൾക്ക് ഇന്ന് പഞ്ഞമില്ല. എന്നാൽ മുസ്ഹഫുകൾ ആവശ്യമുള്ള ഇടങ്ങളുണ്ടാകും, അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് മുസ്ഹഫുകൾ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ, വ്യാഖ്യാനങ്ങൾ, അതൊക്കെ ആവശ്യമുള്ള എമ്പാടും ആളുകളുണ്ടാകും, പള്ളികളുണ്ടാകും, സ്ഥലങ്ങളുണ്ടാകും. പ്രയോജനപ്പെടും എന്ന് കാണുന്നിടത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അതൊരു പ്രത്യേകമായ നിലക്ക് അന്വേഷിച്ചറിഞ്ഞ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ അത് നൽകുക. അത് എത്ര പേര് വായിക്കുന്നു, എത്ര പേര് ഓതുന്നു, എത്ര പേര് അതിൽ നിന്ന് പഠനം ഉൾക്കൊള്ളുന്നു, എത്ര പേര് വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് കടന്നു വരുന്നു, തീർച്ചയായും അത് ദാനം ചെയ്ത
വ്യക്തിക്ക് അണമുറിയാത്ത ഒരു പ്രതിഫലമായി ലഭിക്കും എന്നുള്ളതാണ് മൂന്നാമതായി കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാലാമത് പറഞ്ഞു ഔ മസ്ജിദൻ ബനാഹു, ഒരാൾ ഒരു പള്ളി നിർമ്മിക്കുന്നുവെങ്കിൽ അതും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മിച്ചാൽ, ഒരു പള്ളി ഒരാൾ ഒറ്റക്ക് നിർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഷെയർ ആയിട്ടെങ്കിലും, പരലോക സമ്പാദ്യങ്ങൾ പലപ്പോഴും ഒറ്റക്ക് ചെയ്തു ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ സ്വകാര്യമായി 1, 2, 3, 4 ഒക്കെ ആളുകൾക്ക് അതിൽ ഷെയർ ചേർന്നൊക്കെ ചെയ്യാം. നമ്മളെ വക എൻ്റെ വക ഒരു പള്ളി എന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത്. എനിക്കതിന് പറ്റിയില്ലെങ്കിൽ മറ്റൊരാളെ കൂട്ടിയിട്ട് എങ്ങനെയാണോ നമ്മളെ നിയ്യത്ത് നന്നാകലാണ് പ്രധാനം. എന്തായാലും ഒരു പള്ളി നിർമ്മിക്കുക, ആ മസ്ജിദിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുജൂദുകൾക്കും സൽക്കർമ്മങ്ങൾക്കും തുല്യമായ ഒരു പ്രതിഫലം അതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ള വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. ഔ ബൈതൻ ലിബ്നി സബീലി ബനാഹു, അഞ്ചാമത് പറഞ്ഞത് വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുവാൻ വേണ്ടി സത്രങ്ങൾ നിർമ്മിക്കൽ. നീണ്ട യാത്രകൾ ഒരു കാലഘട്ടത്തിൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കാൽനടയായിട്ട് സഞ്ചരിച്ചിരുന്ന യാത്രികന്മാർ, അവർക്കൊന്ന് കയറിയിരിക്കാനോ വിശ്രമിക്കാനോ സ്ഥലങ്ങളൊന്നുമില്ലാത്ത മരുഭൂമികളായിരുന്നു അറേബ്യൻ രാജ്യങ്ങൾ. അവിടെ ഒന്നും തണൽ മരങ്ങളില്ല. അവർക്കൊന്ന് വിശ്രമിക്കാനൊരു ഇടം, താമസിക്കാനൊരു ഇടം, കുളിക്കാനും ശുദ്ധീകരിക്കാനും ഒന്ന് ദിനചര്യകൾ നിർവഹിച്ച് ഫ്രഷാകുവാനും ഒരിടം, അങ്ങനെയുള്ളതൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന ആ രൂപത്തിലുള്ള പ്രവർത്തനം. ഔ നഹ്റൻ നജറാഹു, അതല്ലെങ്കിൽ ഒരു നദിയെ ഒരാൾ ഒഴുക്കുകയാണ്. നദി എന്ന് പറഞ്ഞാൽ കുടിവെള്ള ജലസേചന പദ്ധതിയാണത്, കാർഷികമായ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന നിലക്ക്. കാരണം കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടായാൽ ഒരുപാട് ആളുകൾക്ക്, സസ്യലതാദികൾക്ക്, മനുഷ്യർക്ക്, പക്ഷികൾക്ക്, ജന്തുക്കൾക്ക് ഒക്കെ ഉപകാരമാണല്ലോ വെള്ളം. വെള്ളം ഒഴുക്കുവാനുള്ള സംവിധാനങ്ങൾ, കിണറുകൾ, ശുദ്ധജല കിണറുകളുടെ നിർമ്മാണം, ആയിരങ്ങൾക്ക് കുടിക്കുവാൻ അല്ലെങ്കിൽ പരിസരവാസികൾക്ക് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുടിക്കുവാനുള്ള പൊതു കിണറുകൾ, ജലസേചന സൗകര്യാർത്ഥമുള്ള പൊതു കുളങ്ങൾ, ഇതൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന, അതൊക്കെ പിന്നെയും നിലനിൽക്കുന്ന സംരംഭങ്ങളാണ്. മരിച്ചാലും ഒരുപാട് ആളുകൾ അതിൻ്റെ ഉപയോഗങ്ങൾ വീണ്ടും എടുക്കും. അതിനൊക്കെ ഇയാൾക്ക് പ്രതിഫലം കിട്ടും. എത്രത്തോളം ഒരാളൊരു ചെടി നടുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഒരു ഫലവൃക്ഷത്തിൻ്റെ തൈ ഒരാൾ നട്ടുപിടിപ്പിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന കായികനികൾ മനുഷ്യരും ജന്തുക്കളും പക്ഷിപർവാദികളും പോലും തിന്നാലും അത് അയാൾക്ക് സദഖയാണ് എന്നാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത്രത്തോളം അതൊക്കെ അതിൻ്റെ പ്രതിഫലങ്ങൾ നിലനിന്ന് കിട്ടുകയാണ്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ സദഖ അല്ലെങ്കിൽ സദഖ. എങ്ങനെയുള്ള സദഖ? അഖ്റജഹാ മിൻ മാലിഹി, തൻ്റെ ധനത്തിൽ നിന്ന് ഒരാൾ സദഖ ചെയ്തു. ഏതവസരത്തിൽ? ഫീ സിഹ്ഹതിഹി, ആരോഗ്യമുള്ള കാലത്ത്. കണ്ടോ, അവിടെ അണ്ടർലൈൻ ചെയ്യുക, ആരോഗ്യമുള്ള കാലത്ത്. ആ സദഖയോളം പുണ്യം രോഗം പിടിച്ചിട്ട് സദഖ ചെയ്യുന്നതിനില്ല. അയ്യു സദഖതി അഫ്ളൽ, നബി തങ്ങളോടുള്ള ചോദ്യമാണ്, ഒരു സഹാബിയുടെ ചോദ്യമാണ്. അയ്യു സദഖതി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ സദഖ, ധർമ്മം ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി നമ്മൾ മനസ്സിരുത്തി കേൾക്കുക. അൻത തസദ്ദഖ, നീ ധർമ്മം ചെയ്യലാണ്. വ അൻത സഹീഹുൻ ശഹീഹുൻ തഅമുലുൽ ഗിനാ വ തഖ്ശൽ ഫഖർ, നീ ധർമ്മം ചെയ്യലാണ് എപ്പോ? വ അൻത സഹീഹുൻ, ആരോഗ്യമുള്ളവനായിരിക്കെ. എന്താ കാരണം എന്നറിയോ? രോഗം ബാധിച്ച് ഇനിയിപ്പോൾ മരിക്കാൻ പോകുകയാണ് എന്ന് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഇനി എനിക്കെന്തിനാ മുതലേ. അപ്പം എന്നാ കിടക്കട്ടെ, പള്ളിക്ക് ഇത്ര, എത്തിങ്ങാനൊക്കെ ഇത്ര, എൻ്റെ മറ്റോടത്തേക്ക് ഇത്ര, മറ്റവർക്ക് ഇത്ര, രോഗമൊക്കെ ഒന്ന് മാറട്ടെ, ഒക്കെ ഒന്നതാകട്ടെ, അങ്ങനെയൊക്കെ. സഹീഹ്, നല്ല ആരോഗ്യമുള്ളവനായിരിക്കെ സദഖ ചെയ്യ്. എന്താ ആരോഗ്യമുള്ള സമയത്തും അല്ലാത്ത സമയത്തും സദഖ ഞാൻ വിശദീകരിക്കൊന്നും വേണ്ട, നമുക്കൊക്കെ അറിയാം. വ അൻത സഹീഹുൻ, അടുത്ത ഉപാധി പറയുന്നത്, കണ്ടീഷൻ. വ അൻത സഹീഹുൻ ശഹീഹുൻ, പണത്തോട് വലിയ ആർത്തിയുള്ളവനായിരിക്കെ. ലുബ്ദ് നിന്റെ മനസ്സിലുണ്ട്, കൊടുത്താ കുറഞ്ഞു പോകും, കൊടുത്താ കുറഞ്ഞു പോകും, കൊടുത്താ കുറഞ്ഞു പോകും ഇങ്ങനെ പറയുന്ന കാലാണ്. അപ്പ കൊടുക്കണം. തഅമുലുൽ ഗിനാ, സമ്പത്തിനെ നീ വല്ലാതെ മോഹിച്ചു നടക്കുന്ന കാലം. വതഖ്ശൽ ഫഖറ, ദാരിദ്ര്യം വരുമോ എന്ന് നീ വല്ലാതെ പേടിക്കുന്ന കാലം. അക്കാലത്ത് കൊടുക്കുന്ന സദഖയോളം ശ്രേഷ്ഠമായ ഒരു സദഖ വേറെയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒരാൾ തൻ്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചു. ഫീ സിഹ്ഹതിഹി, അയാൾക്ക് ആരോഗ്യമുള്ള കാലത്ത്. വഹയാതിഹി, അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്തും അങ്ങനെ കൊടുത്ത ധർമ്മം, ആ വിധത്തിലുള്ള വഖഫുകൾ, യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, അയാൾ മരിച്ചാലും അയാളിലേക്ക് അതിൻ്റെ നന്മകൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഇതിൽ ഏതെങ്കിലും ഒരു അസർ ബാക്കിയാക്കുവാൻ നമുക്ക് സാധിച്ചാൽ നല്ല നിയ്യത്തോടെ, എത്രത്തോളം സ്വകാര്യമായി നിർവഹിക്കാനാകുമോ അത്രത്തോളം സ്വകാര്യമായാൽ അത്രയും നല്ലത്. നിർവഹിക്കാൻ സാധിച്ചാൽ ഇതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും.